ഭദ്രകാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അവിടെ തന്നെ പറയും ഗൾഗം ഗകേടം എന്ന് പറയുന്ന നിയമം കൊണ്ടൊക്കെ പറയുമ്പോൾ നമ്മൾ ആ രൂപത്തെ കണ്ട് അതിനെ മനസ്സിലേക്ക് ആ രൂപം ശരിക്കും സ്വീകരിച്ച് ആ ഭഗവതിയെ എൻ്റെ അമ്മയായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്നെന്നും ഈ അമ്മയ്ക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ് മകൻ്റെ സ്നേഹത്തിനല്ല പ്രാധാന്യം, ആ അമ്മ തിരിച്ചു നൽകുന്ന സ്നേഹത്തിനാണ് ഏറ്റവും പ്രാധാന്യം. അത് അമ്മ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെയാണ് ഭഗവതിയുടെ വിഷയം. നമ്മൾ വളരെ വിശ്വാസത്തോടുകൂടെ ഈ അമ്മയെ ഭഗവതിയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്നും ഒരു സൗഭാഗ്യം നമുക്ക് ഭഗവതി തരും. അത് വിശേഷപ്പെട്ട് നമ്മളിന്ന് കൊണ്ടുകിടക്കുന്നത് കൊടുങ്ങല്ലൂർ ഭഗവതി മുതലായിട്ടുള്ള ദേവതകൾ നമ്മളെ എല്ലാ ആപത്തുകളിൽ നിന്നും അല്ലെങ്കിൽ നമുക്കുണ്ടാകാവുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കഠിനമായിട്ടുള്ള ആപത്തുകളിൽ നിന്നും ബാധാ ദുരിതങ്ങളിൽ നിന്നും നമ്മൾ രക്ഷിച്ചു വരും. അത് എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത്, എങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഭജനം, മന്ത്രപുരസുള്ളതായിട്ടുള്ള ഭജനം, അല്ലെങ്കിൽ മനസ്സുകൊണ്ടുള്ളതായിട്ടുള്ള ഭജനം. മന്ത്രം എന്നുള്ളത് ഓം ഭദ്രകാളി നമഃ എന്നുള്ളതും മന്ത്രമാണ്. എന്തുകൊണ്ടാണെങ്കിലും കൃത്യമായിട്ട് ഭജിക്കാൻ നമ്മൾ തയ്യാറായാൽ ഭദ്രകാളി ഭഗവതി നമ്മളെ വേണ്ടതുവണ്ണം അനുഗ്രഹിക്കും. നമസ്കാരം.